കണക്കായിപ്പോയി. ചോദിച്ചു വാങ്ങി നമ്മുടെ ദൈവതുല്യൻ. അവനവൻ്റെ ആസനം പൊള്ളി. അവിടെ ഇത്തിരി ബെർണോൾ പുരട്ടുന്നതിന് പകരം അയലത്തുകാരൻ്റെ ഈ കാലയിൽ വെച്ച് അന്തിക്കും എങ്ങാണ്ട് ഒരു ചോണനുറുമ്പ് കടിച്ചതിനാണ് ഇത്രയും പൂലുണ്ടാക്കുന്നത്. എന്തൊരു കരുതൽ ജാഗ്രതയുള്ള മനുഷ്യൻ. സ്വന്തം നാട്ടിലെ എന്ത് പ്രശ്നങ്ങൾ, എന്തെല്ലാം പ്രശ്നങ്ങൾ നടന്നു. ഒരു പാരഡി പാട്ടുണ്ടാക്കിയതിന് അയാളെ ജാതിയും മതവും പറഞ്ഞിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിച്ച ആളാണ്. ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ ജീവിക്കുന്നുണ്ട്. അവരുടെ കഞ്ഞിയിലൂടെ പാറ്റ വാരി ഇടുന്ന രാജാവ്. പണ്ടെങ്ങാണ്ടൊരു അമ്മയുടെ പെൻഷൻ കാശ് കൊണ്ട് ഒരു മകളൊരു കമ്പനി തുടങ്ങിയത് ഈ കർണാടകത്തിലാണെന്ന് കേട്ടിട്ടുണ്ട്. ഇവിടൊക്കെ തുടങ്ങാമായിരുന്നല്ലോ, 10 പേർക്ക് തൊഴിൽ കിട്ടുമായിരുന്നല്ലോ. അവിടെ ചേരി പ്രദേശം ഖരമാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ നീക്കി വെച്ച ഒരു ക്വാറിയാണ്. അവിടേക്ക് ഭൂമാഫിയയുടെ സഹായത്തോടെ കുറേ ഇല്ലീഗൽ മൈഗ്രൻസ്, പലതും ബംഗ്ലാദേശിൽ നിന്നും റോഹിംഗ്യയായിട്ട് കുടിയേറി വന്നതാണ്. അവിടേക്ക് കയ്യേറുകയും അവരവിടെ കൈയടക്കി കുടിലുകൾ കെട്ടി താമസിച്ചു. നഗര ആസൂത്രണത്തിൻ്റെ ഭാഗമായി, പരിഷ്കരണത്തിൻ്റെ ഭാഗമായി ഈ ചേരി അവർ നിർമ്മാർജ്ജനം ചെയ്തു. മുൻപേർ തന്നെ മാസങ്ങൾക്ക് മുമ്പേ ഇവർക്കൊക്കെ അവിടുന്ന് മാറണം എന്ന് പറഞ്ഞ് മുൻകൂർ നോട്ടീസ് കൊടുത്തതാണ്. പലപ്പോഴും കൊണ്ട് പതിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് മാറാത്തത് കൊണ്ടാണ് അവരവരുടെ പ്രദേശം ഒഴിപ്പിച്ചെടുത്തത്. സർക്കാർ ഭൂമിയാണ്. ഇവിടെ ലംബോദരന്മാരും തെറിയാശന്മാരും ഒക്കെ ഏക്കർ കണക്കിന് സർക്കാർ ഭൂമി കയ്യേറുന്നത് മറ്റെല്ലാവർക്കും അതുപോലെ കയ്യേറാൻ കഴിയില്ല. നീതിയും നിയമവും ഒക്കെ സഹാക്കളുടെ വഴിയേ പോകും. ഈ പിപ്പിടി വിദ്യം കൊണ്ടൊന്നും കേരളത്തിൽ പോയ വോട്ടൊന്നും തിരിച്ചു വരത്തില്ല സഹാവേ. അവനവൻ്റെ വീട്ടിലെ കാര്യം നോക്കേ, എന്നിട്ട് അയലത്തുകാരൻ്റെ അടുപ്പിൽ തീ പോഞ്ഞോ നമുക്ക് നോക്കാം. അവരവരുടെ കാര്യം നോക്കിക്കോളും.